ഹലോ, ഗുഡ് മോർണിംഗ് ആൾ. ഒരു കഥ പറയട്ടെ. ഒരു കല്യാണ കഥയാലോ. കോഴിക്കോട്ടുകാരുടെ കല്യാണം ഫസ്റ്റ് ടൈം കൂടുന്ന എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരണ്ടേ. നമ്മൾ പെൺപിള്ളേരുടെ എല്ലാവരുടെയും അസുഖമാണ്. എത്ര ഒരുങ്ങി കെട്ടി വന്നാലും കല്യാണ സമയത്ത് കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ മിനുക്ക് പണി നമ്മുടെ സാരിയുടെ പ്ലേറ്റ്സൊക്കെ ഒന്ന് റെഡിയാക്കി മുല്ലപ്പൂക്കെ ഒന്ന് സെറ്റാക്കി അടിപൊളിയായിട്ട് നിൽക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഞങ്ങൾക്കും ഇഷ്ടം തന്നെ. ലച്ചുവിടെ ആദ്യം മുല്ലപ്പൂ സെറ്റ് ചെയ്തത് അവൾക്ക് വല്ലാണ്ട് ബോധിച്ചില്ല. അതുകൊണ്ട് മാറ്റിക്കുത്തി അവളിൽ നിന്ന് റെഡിയാക്കി. ഇനി അതിന് ശേഷം അടുത്തത് എൻ്റെ ഊഴം. സാരി പ്ലീസ് ഒന്ന് റെഡിയാക്കി. ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് നമ്മുടെ മേഘയുടെ സ്നേഹപ്രകടനം. ഭയങ്കര നാച്ചുറലായിട്ട് എനിക്ക് തോന്നലുണ്ട്. അവൾ ഭയങ്കരമായിട്ട് ഹഗ് ചെയ്യും, ടൈറ്റായിട്ട് ഹഗ് ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും അവളുടെ സ്നേഹം. അതവളുടെ ഒരു പ്ലസ് പോയിൻ്റാണ്. രണ്ട് കസിൻസും ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കത്തി വയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാ കസിൻസും ഇങ്ങനെ തന്നെയാണെന്നല്ലേ? ശരിയാടോ. അവിടെ ഒരു ചെറിയൊരു ചെങ്ങായി നിൽക്കുന്നത് കണ്ടോ? നമ്മുടെ ആഷിക്കുട്ടൻ. മനസ്സിലായിട്ടാണോ മനസ്സിലാവാതെയാണോ ആവാൻ ഈ വായി നോക്കി നിൽക്കുന്നതെന്ന് പഠിച്ച തമ്പുരാനറിയാം. അപ്പോൾ അടുത്തത് നമ്മുടെ കല്യാണ വിശേഷം. എല്ലാവരും കൂടിയിട്ട് സ്റ്റേജിലേക്ക് ചെക്കനെയും പെണ്ണിനെയും വരവേൽക്കാൻ വേണ്ടിയിട്ട് പോകണ പോക്കാണ്. നമ്മുടെ കസിൻ സിസ്റ്ററാണ് വധു എന്ന് പറഞ്ഞല്ലോ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡാണ്. ഞാൻ പ്രത്യേകിച്ച് എക്സൈറ്റഡാണ്. ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നിട്ട് ആദ്യത്തെ മാരേജ് ഫങ്ഷൻ. സോ ഞങ്ങളുടെ കസിൻ സിസ്റ്റർ മാരേജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഫാമിലിനായിട്ട് അത്രയും അറ്റാച്ച്ഡാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ എക്സൈറ്റഡ് ആവല്ലേ. അങ്ങനെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും താലികെട്ടിന് ഞങ്ങളെല്ലാവരും സാക്ഷിയായി. സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യം ബന്ധം നിലനിൽക്കട്ടെ, അല്ലെങ്കിൽ ദാമ്പത്യം ഉണ്ടാവട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ് ഈ വേളയിൽ. നിങ്ങളും വിഷ് ചെയ്യാം കേട്ടോ. അങ്ങനെ പരസ്പരം ഹാരങ്ങളൊക്കെ കൈമാറി. ദെൻ അടുത്തതായിട്ട് നമുക്ക് പോകേണ്ടത് എവിടേക്കാണെന്ന് നിങ്ങൾക്കറിയാലോ. ഊണിന് നല്ല ഉഗ്രൻ സദ്യയായിരുന്നു കേട്ടോ. ഞാനും മാഷിയും ഒപ്പം ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. അവൻ ഭയങ്കര പ്രോഗ്രസീവായിട്ട് നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു, നീറ്റായിട്ട്. മാമൻ ചെക്കൻ്റെ പോക്കിരിത്തരം കൂടിയുണ്ട്. കൈ ഇട്ടാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചെങ്കിൽ തെറ്റിപ്പോയി. ചുമ്മാ കിട്ടിയതാണ് വെച്ചെങ്കിലും ഒറ്റയടിക്ക് ചെക്കൻ കയ്യിൽ നിന്ന് കെട്ടഴിച്ചു മാറ്റി. അപ്പോൾ ഇങ്ങനെ അടുത്ത വീഡിയോ കാണുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ബായ്.